ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഈ വയലിൽ ഒരു നാൾ നമ്മൾ ഈ വയലിൽ കാലപേറുകിലോ ക്ഷണനേരമുള്ളിൽ കാലപേറുകിലോ ക്ഷണനേരമുള്ളിൽ അളവു കൂടാതുള്ള യവകുമാരങ്ങളിൽ ഉടമസ്ഥരായിടുമേ അളവു കൂടാതുള്ള യവകുമാരങ്ങളിൽ ഉടമസ്ഥരായിടുമേ ഭാഗ്യവശാൽ ബോവസിന്റെ ഭാഗ്യവശാൽ ബോവസിന്റെ ഉപദേശമാ
സമൃദ്ധിയായി അനുഗ്രഹിച്ചു. വിദൂരമോവാവിൽ നിന്നു വേർതിരിച്ചെന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ഭാഗ്യവശാൽ ബോവസിന്റെ ഭാഗ്യവശാൽ ബോവസിന്റെ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. യേശുവിനെ അനുഗമിക്കുന്ന വിശ്വാസി, യേശുവിനെ പിൻപറ്റുന്ന ഓരോ ക്രിസ്ത്യാനിയും എങ്ങനെയാണ് പിൻപറ്റേണ്ടത്? കർത്താവ് വളരെ വ്യക്തമായി ആ വാക്യത്തിൽ പറഞ്ഞു. തന്നെത്താൻ ത്യജിക്കുക, തൻ്റെ ക്രൂശ് എടുക്കുക. പ്രിയപ്പെട്ടവരെ, തന്നെത്താൻ ത്യജിച്ചുവോ? നമുക്ക് തന്നെത്താൻ ത്യജിക്കുവാൻ കഴിഞ്ഞുവോ? ആ മഹത്തായ ആശയം ഇന്നും അനേകർ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അനേകരുടെ ജീവിതവും പ്രവൃത്തിയും പെരുമാറ്റങ്ങളും കണ്ടാൽ തന്നെ ത്യജിക്കുന്നതായിട്ട് കാണാനില്ല. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വാഗ്ദത്ത കനാലിലേക്ക് നടത്തിക്കൊണ്ടു പോകുന്ന മോശ മറുതലിക്കുകയും പിറുപിറുക്കുകയും മത്സരിക്കുകയും ചെയ്യുന്ന ജനത്തെ കൊണ്ടു നടക്കുന്നവനായ മോശ. ആ മോശയ്ക്ക് ജനത്തെക്കുറിച്ച് ഭാരമുണ്ട്. ജനം എന്തിനും നിലവിളിക്കും, പിറുപിറുക്കും, പുറവുറുക്കും. മോശയ്ക്കെതിരായും പിറുപിറുക്കും, ദൈവത്തിനെതിരായും പിറുപിറുക്കും. ആ ജനം ഭയാനകമായ പാപത്തിലേക്ക് പോയപ്പോൾ മോശയ്ക്ക് ബോധ്യം കിട്ടി, അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു ദൈവമെന്ന്. മോശ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ ദൈവസന്നിധി നിന്നുകൊണ്ട് മോശ ദൈവത്തോട് മധ്യസ്ഥത അർപ്പിക്കുകയാണ്. നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയിരിക്കുന്ന നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായിച്ചു കളയണമേ. ദൈവമക്കളെ, എന്തൊരു ത്യാഗമാണ്! സ്വയം ത്യജിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. ഇതുപോലെ തന്നെ ത്യജിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും മധ്യസ്ഥന്മാരുണ്ടോ? എനിക്കറിഞ്ഞുകൂടാ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരുഭൂമിയിൽ വെച്ച് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥതയാണ്. നീ അവരുടെ പാപം ക്ഷമിക്കണമേ, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. മോശ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് 40 പോലും ഇരുന്നതാണ്. ദൈവിക സാന്നിധ്യം അറിഞ്ഞവനാണ്, ദൈവസ്നേഹം രുചിച്ചവനാണ്. എന്നാൽ ആ മോശ ദൈവസന്നിധിയിൽ നിന്ന് അഭയയാതന കഴിക്കുകയാണ്. നീ ഇവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായിച്ചു കളയണമേ. ഈ ജനത്തിൻ്റെ പേര് നീ മായിച്ചു കളഞ്ഞെങ്കിൽ നീ എൻ്റെ പേര് മായിച്ചു കളഞ്ഞേക്ക്. എന്തോ ഒരു സമർപ്പണം, എന്തോ ഒരു ത്യാഗ മനോഭാവം, തന്നെ ത്യജിച്ചുകൊണ്ടുള്ളതായ ജീവിതം. ഈ പുസ്തകം വായിക്കുന്ന, ഈ പുസ്തകം റെഫറൻസ് ചെയ്യുന്ന വിശ്വാസികളുടെ സമൂഹം ഈ പ്രാർത്ഥന ഒന്ന് ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, അവരുടെ ജീവിതത്തിൽ ഒന്ന് അനുവർത്തിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇന്നുള്ളതായ വഴക്കുകൾ ഉണ്ടാകുമോ? ഇന്നുള്ളതുപോലെ പോലീസ് സ്റ്റേഷനുകളും കോടതികളും വേണമോ? പ്രിയപ്പെട്ടവരെ, ആരും ത്യജിക്കുന്നില്ല. ദൈവം വളരെ ശാന്തനായി മോശയോട് മറുപടി പറഞ്ഞു. മോശേ, ഞാൻ നിന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ച് കളകയില്ല. എന്നാൽ എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ച് കളയും. പ്രിയപ്പെട്ടവരെ, ആ വാക്യം ദൈവം ശാന്തനായി സൗമ്യനായി മധ്യസ്ഥതയർപ്പിക്കുന്ന മോശയോട് പറഞ്ഞതായ വാക്കുകൾ, അത് ഗൗരവമേറിയ വാക്കുകളാണ്. സ്വർഗത്തിൻ്റെ ആലോചനയാണ്. നാം ശ്രദ്ധിക്കേണ്ടതാണ്, നാം ഭയപ്പെടേണ്ടതാണ്, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തേണ്ടതാണ്. അപ്പോസ്തലനായ പൗലോസ് പറയും, കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ കൊരിന്ത്യ സഭയെ ഉപദേശിക്കും. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ. അപ്പോസ്തലൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ആ ഉപദേശം കൊടുത്തത്. എന്ന് ഉപദേശമല്ലാതെ ജീവിതത്തിൽ അത് കാണിക്കാറുണ്ടോ? ജീവിതത്തിൽ നിവർത്തിച്ചിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം പ്രസംഗിക്കണം, സാക്ഷിക്കണമെന്നുള്ള ബോധ്യം എത്ര പേർക്കുണ്ട്? അതിന് മാത്രമേ വിലയുള്ളൂ. അവിടെ മാത്രമേ ആത്മാവ് വ്യാപരിക്കൂ.
അവിടെ മാത്രമേ ആ വചനം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ചെല്ലൂ. അല്ലാതെ ഞാനങ്ങ് ബാലികേറ മറയിലങ്ങ് കയറി നിന്നിട്ട് എങ്ങോ താഴേക്കിടയിൽ കിടക്കുന്ന മനുഷ്യരോട് സംസാരിക്കുന്നത് പോലെ വചനം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വയം ത്യജിക്കാൻ തയ്യാറാകണം, തന്നെ താഴ്ത്തുവാൻ തയ്യാറാകണം. അതിനെയാണ് അപ്പോസ്തലനായ പൗലോസും പറയുന്നത്, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ. അവൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ. വചനം കേൾക്കുന്നവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ. ഞാൻ വളരെ ചുരുക്കി പറയാം. വചനം പറയുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ, ദൈവം നാവിൽ കൊടുക്കുന്ന വചനം പറഞ്ഞാൽ, സ്വർഗത്തിൻ്റെ കാര്യാലോചനാ സഭയിലെ മുദ്രയിട്ട വചനങ്ങൾ കൊടുത്താൽ ആ വചനം ചെന്ന് കൃത്യം കൊള്ളും, കൊള്ളയിടത്ത് കൊള്ളും. പാപിയുടെ ഹൃദയത്തിൽ തറയ്ക്കും, പാപി തകരും, അവന് പാപബോധം കിട്ടും, അവൻ്റെ കണ്ണുകൾ നനയും, അവൻ്റെ ഹൃദയം നെടുമ്പാട് വീഴും. അവൻ ഒരുപക്ഷെ അവനങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരിക്കും. അവൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴും. അത് ആത്മാവിൽ ഗ്രഹിച്ചിട്ട് ഓരോ ഉപദേശകനും ചെയ്യേണ്ടത് ആ പാപിയെ കൈക്ക് പിടിച്ചു കൊണ്ടുവന്ന് യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. അവൻ പുറകിലേക്ക് മാറുക, അവൻ തിരശ്ശീലയ്ക്ക് പുറകിലേക്ക് മാറുക. പിന്നീട് അവൻ ഒരു കാര്യവുമില്ല. പാപിയോട് കാര്യം തീർക്കുന്നത് പാപിയുടെ രക്ഷകനായ ക്രിസ്തുവുമായിട്ടാണ്. ക്രിസ്തുവാണ് അവനോട് ഇടപെടേണ്ടത്. ഇത്രയേ ഉള്ളൂ ഒരു സുവിശേഷകൻ്റെ ജോലി, വചനം പറയുന്നവൻ്റെ ജോലി. അത് ഞാൻ നിർവഹിക്കുന്നുണ്ടോ? മാത്രമല്ല, അങ്ങനെ വചനം പറഞ്ഞവർക്ക് വേണ്ടി നിരന്തരം ദൈവത്തിൽ നിന്ന് കർത്താവേ നിൻ്റെ ആത്മാവ് വാരിച്ചുകൊണ്ടിരിക്കണമേ, അവനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ പ്രാർത്ഥനയുടെ പിൻബലം അവൻ ആവശ്യമാണ്. അവൻ ബലമില്ലാത്തവനാണ്, അവന് ശക്തിയില്ലാത്തവനാണ്, പാപത്തിൽ വീണുപോയവനാണ്. അവനെ പിശാചിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചതാണ്. അവന് കരുത്ത് കൊടുക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മധ്യസ്ഥത വേണം. ഇതാണ് മധ്യസ്ഥത. അവനെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് മധ്യസ്ഥത. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം തന്നെ അന്വേഷിക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിലും അപ്പോസ്തലനായ പൗലോസ് അത് തന്നെ പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. ഫിലിപ്പിയ സഭയോട് അപ്പോസ്തലൻ ഉപദേശിച്ചു അത് തന്നെ പറഞ്ഞു കൊടുത്തു. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനോട് എത്ര മനോഹരമായ ചേർച്ചയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ചേർത്ത് വെച്ച് ഞാൻ ധ്യാനിക്കാറുണ്ടോ? ഓരോ വിശ്വാസിയും വായിച്ച് ധ്യാനിച്ച് തന്നെ വിലയിരുത്തേണ്ടതാണ്. ആ വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നിലവാരം കണ്ടെത്തേണ്ടതാണ്. ആ നിലവാരത്തോട് ഞാൻ ചേരുന്നില്ല എന്ന് കണ്ടാൽ അവൻ താഴേണ്ടതാണ്, ദൈവസന്നിധിയിൽ വിനയപ്പെടേണ്ടതാണ്. അവൻ സ്വയം താഴ്ന്നാൽ ദൈവം അവനെ ഉയർത്തും. അപ്പോഴാണ് ഉയർച്ച. ഈ ശ്രേഷ്ഠമേറിയ മാതൃക നാം സ്വീകരിക്കേണ്ടതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്നുണ്ട്. 13-ാം അധ്യായം സ്നേഹത്തിൻ്റെ അധ്യായമാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം സ്നേഹത്തിൻ്റെ അധ്യായമാണ്. സ്നേഹം ആത്മാവിൻ്റെ ഫലമാണ്, ആത്മാവിൻ്റെ വരമാണ്. ആ സ്നേഹമില്ലെങ്കിൽ വേറെ എന്തുണ്ടെങ്കിലും, വേറെ എന്തെല്ലാം വീര്യപ്രവൃത്തി ഉണ്ടെന്ന് പറഞ്ഞാലും, വേറെ എന്തെല്ലാം അന്യഭാഷയുണ്ടെന്ന് പറഞ്ഞാലും, വേറെ എന്തെല്ലാം യോഗ്യതയുണ്ടെന്ന് പറഞ്ഞാലും ദൈവമക്കളെ ഒരു കാര്യവുമില്ല. അതിൻ്റെ 5-ാം വാക്യത്തിൽ 13-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല. ദൈവസ്നേഹം ചീർക്കുന്നില്ല, വലുതാകുന്നില്ല, വലിപ്പപ്പെടുത്തുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, അവൻ അയോഗ്യമായി ഒരിക്കലും നടക്കുകയില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ദൈവസ്നേഹത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, അവന് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയോ നോക്കുന്നില്ല. ഡസ് നോട്ട് സീക്ക് ഇറ്റ്സ് ഓൺ, ഡസ് നോട്ട് സീക്ക് ഇറ്റ്സ് ഓൺ. വളരെ കൃത്യമാണ്. ആ ദൈവസ്നേഹത്താൽ നിറഞ്ഞവർ എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ. സമൂഹത്തിലേക്ക് നോക്ക്. സമൂഹത്തിലേക്ക് നോക്കുന്നതിന് മുമ്പ് തന്നിലേക്ക് തന്നെ നോക്ക്. ഞാൻ ആ സ്നേഹത്തിൽ നിറഞ്ഞവനാണോ? ആ സ്നേഹത്തിൽ നിറയാറ് എനിക്ക് മറ്റുള്ളവർ ഉപദേശിക്കാൻ യോഗ്യതയുണ്ടോ? പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി നാം കാണേണ്ടതാണ്. എനിക്കറിയാം, ഒരു
60 വർഷങ്ങൾക്കപ്പുറം ഒരു നാട്ടിലെ മാന്യനായൊരു മനുഷ്യൻ, പള്ളിയിലെ ട്രസ്റ്റിയാണ്, പഞ്ചായത്ത് മെമ്പറാണ്, സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ളയാളാണ്, ആ ദേശത്തുള്ളവർ ബഹുമാനിക്കുന്നയാളാണ്, എവിടെ വഴക്കുണ്ടായാലും പോയി ഒരു മധ്യസ്ഥത എടുത്ത് തീർക്കുന്നയാളാണ്, പൊതുക്കാര്യ സമ്മതനാണ്. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനുമെന്ന് പറഞ്ഞു, എടാ, നിൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ, 15 വയസ്സുള്ള നിൻ്റെ ഇളയ സഹോദരൻ ഷാപ്പിൽ കയറി ഒരു ഗ്ലാസ് കള്ള് കുടിക്കുന്നത് ഞാൻ കണ്ടു. ഒരു രാത്രിയിലാണ് ഈ സ്നേഹിതനുമെന്ന് ഈ മൂത്ത ജ്യേഷ്ഠനോട് ഇക്കാര്യം പറയുന്നത്. അന്ന് രാത്രി ആ മനുഷ്യൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പള്ളിയുടെ ട്രസ്റ്റിയായ, സമുദായ സ്നേഹിയായ, നാട്ടിലെ പ്രമാണിയായ മനുഷ്യൻ്റെ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? എൻ്റെ ഇളയ സഹോദരൻ ഒരു ഗ്ലാസ് കള്ളു കുടിച്ചു ഷാപ്പിൽ പോയി. അതറിഞ്ഞതാണ് കാര്യം. നേരം വെളുക്കുന്നവരെയും വീടിനകത്തിരുന്ന് കരഞ്ഞു. അതിരാവിലെ എഴുന്നേറ്റ് 2 കൈയും തലയിൽ വെച്ച് വാവിട്ട് കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെയുള്ള സഹോദരൻ്റെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹം ഒരു അധ്യാപകനാണ്. അവരൊക്കെ ചെന്നിട്ട് പറഞ്ഞു, നീ പോയി നമ്മുടെ കൊച്ചു സഹോദരനെ ഒന്ന് ഉപദേശിക്കണം. എനിക്കതിന് യോഗ്യതയില്ല. ഞാൻ ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ ഞാൻ ഇച്ചിരി കള്ള് കുടിക്കുന്നവനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെത്തുണ്ട്. വിശേഷ ദിവസങ്ങളിൽ അദ്ദേഹം ആ ചെത്തുകാരനോട് പറഞ്ഞ് ഒരു കുപ്പി കള്ള് മേടിച്ച് വീട്ടിൽ വെക്കും, കുടിക്കും. എനിക്കവനോട് പറയാൻ യോഗ്യതയില്ല, നിനക്ക് യോഗ്യതയുണ്ട്, നീ പോയി പറയുക. ദൈവമക്കളെ, ആ സ്റ്റാൻഡേർഡിൽ നിന്നുണ്ടോ? അങ്ങനെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവസ്നേഹത്താൽ നിറഞ്ഞു നിന്നൊരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. വിശ്വാസം ത്യജിക്കപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ സുവിശേഷ നാളിലൂടെ വ്യക്തമായി പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? നമ്മുടെ ഇടയിൽ ഒരു വിശ്വാസിയെ കാണാൻ കിട്ടുമോ? ആരെയും കുറ്റപ്പെടുത്താനല്ല, അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ ഒരു കൈത്തിരിയായി ശോഭിപ്പാൻ. സഹോദര, ഈ തലമുറയിൽ നിനക്ക് മനസ്സാണോ? സഹോദരി, നിനക്ക് മനസ്സാണോ? ഞാനൊരു മാതൃകയായി നിൽക്കും. പരിശുദ്ധ ദൈവാലയത്തിൽ മധുമഹായിലെ ത്രോണോസിൽ കത്തിയിരിക്കുന്ന മെഴുകുതിരി പോലെ അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ ലോകത്തിന് വെളിച്ചം കൊടുത്തുകൊണ്ട് ഞാനൊരാൾ നിൽക്കും. തീരുമാനിക്കാൻ ആരുണ്ട്? സമർപ്പിക്കാൻ ആരുണ്ട്? ദൈവത്തിന് ആശ്വാസം കൊടുക്കാൻ ആരുണ്ട്? പഴയ നിയമകാലത്ത് അഹസ്വേരോസ് രാജാവ് ശൂഷൻ രാജധാനിയിൽ വാഴുന്നതായ കാലം, രാജാവിൻ്റെ ഏറ്റവും പ്രധാന ഉദ്യോഗസ്ഥനായ ഹാമാൻ, അവൻ യഹൂദ വൈരാഗിയാണ്. അവൻ സൂത്രത്തിൽ യഹൂദന്മാരെ മുഴുവനെയും ആ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാനുള്ള കൽപ്പന സമ്പാദിച്ചു. അവൻ രാജ്യമെമ്പാടും ഈ കൽപ്പന കൊടുത്തു. അഹസ്വേരോസ് രാജാവിൻ്റെ രാജ്യത്ത്, വിശാലമായ വിസ്തൃതമായ രാജ്യത്ത് ആ കൽപ്പന പുറപ്പെടുവിച്ചു. അന്ന് അഹസ്വേരോസിൻ്റെ രാജ്ഞിയായിരിക്കുന്നത്, ശൂഷൻ രാജധാനിയിലിരിക്കുന്നത് എസ്തർ എന്ന് പറയുന്ന പാവപ്പെട്ട യഹൂദ സ്ത്രീയാണ്. അവൾ വിവരം പറഞ്ഞു. അഹസ്വേരോസ് രാജാവിൻ്റെ അടുക്കിലേക്ക് പറയാറ് ഒരു രാജ്ഞിക്ക് പോലും കടന്നു ചെല്ലാൻ വയ്യ. രാജാവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെട്ടിയേറെ തലയെന്ന് പറയും, പോവും, തല പോവും. എസ്തർ രാജ്ഞിക്ക് അറിയാം. പക്ഷേ പ്രതിസന്ധി വന്നിരിക്കുന്നു, പ്രതികൂലങ്ങൾ വന്നിരിക്കുന്നു, ജനം തകരാൻ പോകുന്നു, യഹൂദജാതി മുഴുവനും ആ രാജ്യത്തുള്ളവരെല്ലാം നശിക്കാൻ പോകുന്നു. അവൾക്ക് കൃത്യമായി അറിവ് കിട്ടി. അവളവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഞാനും എൻ്റെ തോഴിമാരും 3 ദിവസം ഒരു തുള്ളി വെള്ളമോ ഒരു കഷ്ണം അപ്പമോ കഴിക്കാറ് 3 ദിവസം ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഇവിടെയുള്ള യഹൂദന്മാരെല്ലാം അതുപോലെ ചെയ്യുക. എന്നിട്ട് രാജകൽപ്പന ഇല്ലെങ്കിലും ഞാൻ രാജാവിൻ്റെ മുമ്പിലേക്ക് കയറി ചെല്ലും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. പ്രിയപ്പെട്ടവരെ, എസ്തേർ രാജ്ഞി കൊട്ടാരത്തിൽ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ ദാസിമാരും അങ്ങനെ തന്നെ ചെയ്തു. യഹൂദന്മാരെ അറിയിച്ചതനുസരിച്ച് യഹൂദന്മാരും അങ്ങനെ തന്നെ ഇരുന്നു. ദൈവത്തിൻ്റെ പ്രതിനിധിയായി, യഹൂദൻ്റെ പ്രതിനിധിയായി രാജസന്നിധിയിലേക്ക് എസ്തേർ കടന്നു ചെന്നു. അവരുടെ സങ്കടം ഷാജഹാനോട് പറഞ്ഞു. പ്രശ്നത്തിന് പരിഹാരമായി പ്രിയപ്പെട്ടവരെ, പുഴങ്കാൽ മുടക്കി ദൈവസന്നിധിയിലേക്ക് ചെന്ന് തകർന്ന ഹൃദയത്തോടെ അവസ്ഥ പറയാൻ ആരുണ്ട്? എൻ്റെ സ്ഥിതി മാറ്റിത്തരണമേ. സൃഷ്ടവാൻ ദൈവത്തിന് കഴിയില്ലേ?
മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമല്ലേ? സഹോദര, നിനക്കെന്ന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നിനക്ക് സാധിപ്പിച്ചു തരാൻ ദൈവത്തിന് കഴിയില്ലേ? ഒരു ദൈവം ജീവിക്കുന്നില്ലേ? അവൻ നിന്നെ തൊട്ടരികെ നിൽക്കുന്നില്ലേ? അവൻ നിന്നോട് സ്നേഹമല്ലേ? അവൻ നിന്റെ ഹൃദയത്തിൻ്റെ വാരക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നില്ലേ? അവൻ പാപിയുടെ സ്നേഹിതനാണ്, അവൻ പാപത്തിൻ്റെ ശത്രുവാണ്, പാപത്തെ വെറുക്കുന്നവനാണ്, പക്ഷേ പാപിയെ അവൻ സ്നേഹിക്കുന്നവനാണ്. കർത്താവിൻ്റെ 1-ാമത്തെ വരിയിൽ കർത്താവ് കൃത്യമായി പറഞ്ഞില്ലേ, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്രേ വിളിപ്പാൻ വന്നത്. ഇന്നും പാപിയെ തേടുന്നു, ഇന്നും പാപിയോട് വാദിക്കുന്നു, അവൻ്റെ ഹൃദയത്തിൻ്റെ വാരക്കിൽ നിന്ന് കെഞ്ചുന്നു. എന്തിനെന്നറിയാമോ? അവന് വരുവാൻ പോകുന്നതായ ആപത്ത് നിത്യനായ ദൈവം അറിയുന്നു, കർത്താവായ യേശു അറിയുന്നു. അതുകൊണ്ടാണ് കെഞ്ചുന്നത്. മനോഹരമായ കാലം, കൃപായുഗം, കൃപ കവിഞ്ഞൊഴുകുന്ന കാലം. ആരുണ്ട് ഈ തലമുറയിൽ ദൈവസന്നിധി നിൽക്കാൻ? ആരുണ്ട്? എസ്തർ, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന് മുമ്പിലേക്ക് ചെന്നു. രാജാവ് പ്രസാദിച്ചു. നിന്റെ ആഗ്രഹമെന്ത്? പ്രിയപ്പെട്ടവരെ, കെടുതി മാറി, അപകടം മാറി. ഇതാണ് വേണ്ടത്. കുടുംബത്തിൽ അവിശ്വാസമുണ്ടോ? അവിടെയുള്ള മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിക്കണം. അവരെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് രാത്രിയുടെ ഏകാന്തതയിൽ ദൈവസ്ഥനിലേക്ക് ചെല്ലണം. തള്ളിക്കളയുന്നവനല്ലവൻ. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാജഭരണകാലത്ത് കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പ് ഇവിടെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ 3 രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലം. ഒരു പാവപ്പെട്ട വയസ്സനായ മനുഷ്യൻ, 3 മക്കളുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞ് ഭാര്യ മരിച്ചുപോയി. 3 പെൺമക്കൾ മാത്രമുണ്ട്. വിവാഹം കഴിക്കാൻ ഒരു നിവൃത്തിയില്ല. അദ്ദേഹത്തിന് ജോലി ചെയ്ത് പണമുണ്ടാക്കാനുള്ള ആരോഗ്യമില്ല. എന്ത് ചെയ്യും? വലഞ്ഞു. എൻ്റെ ദൈവമേ, സമാധാനമായിട്ട് മരിക്കാൻ ഒക്കില്ലല്ലോ. 3 പെൺമക്കൾ. അല്പം പണമുണ്ടായിരുന്നെങ്കിൽ അവരെ ആണുങ്ങളെ പിടിച്ചേൽപ്പിച്ചിട്ട് സമാധാനത്തോടെ മരിക്കാമായിരുന്നു. കഴിയുന്നില്ലല്ലോ, എന്തു ചെയ്യും? അദ്ദേഹം രാജാവിനെ കാണാനായിട്ട് പോയി. കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ ചെന്നു. അവിടെ കാവൽക്കാർ നിൽപ്പുണ്ട്. കാവൽക്കാർ ഓടിച്ചു വിട്ടു. എന്തിനാ വന്ന്? രാജാവിനെ കാണാനാ. കയറ്റി വിടുവോ? അവർ ഓടിച്ചു വിട്ടു. അദ്ദേഹം ഓടിയിട്ട് പിന്നെയും തിരിച്ചു വരും. വേറെ എവിടെ പോകാനാ? അന്ന് 4 മണിയായി. രാജകുമാരൻ അവിടേക്ക് വന്നപ്പോൾ ഒരു വൃദ്ധൻ ഓടുന്നു. എന്താണ് അയാൾ ഓടുന്നത്? രാവിലെ മുതൽ വന്നതാണ്, രാജാവിനെ കാണുമെന്നാണ് പറയുന്നത്. രാജകുമാരൻ ചെന്നു ആ വൃദ്ധനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് രാജാവിനെ കാണുന്നത്? എനിക്കൊരു സങ്കടം പറയാൻ, അപ്പോൾ എൻ്റെ കൂടെ വരൂ. രാജകുമാരൻ ആ മനുഷ്യനെ, വൃദ്ധനായ മനുഷ്യന് രാജാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. അച്ഛാ, രാവിലെ മുതലേ കാണാൻ നിൽക്കുന്നയാളാണ്. രാജാവ് ചോദിച്ചു, നീ എന്താ എന്നെ കാണുന്നത്? എന്താ നിനക്ക് വേണ്ടത്? അവൻ്റെ സങ്കടം അവൻ പറഞ്ഞു. 3 പെൺമക്കളുണ്ട്, നീ കെട്ടിച്ചയക്കണം. അതിനിത്തിരി പണം വേണം. എനിക്ക് നിവൃത്തിയില്ല. എനിക്ക് സമാധാനമായിട്ട് മരിച്ചാൽ മതി. രാജാവിനെ നോക്കി. രാജാവ് അവിടുന്ന് എഴുന്നേറ്റു, തൻ്റെ ഭണ്ണാരപ്പുരയിലേക്ക് പോയി. ആ രാജാവ് രക്തങ്ങൾ, ഒരു കൈ രക്തം കയ്യിൽ വാരിയെടുത്തു, കൊണ്ടുവന്നു. കൈ നീട്ടാൻ പറഞ്ഞു. വൃദ്ധൻ 2 കൈ നീട്ടി. കയ്യിലേക്ക് രാജാവിൻ്റെ കയ്യിലിരിക്കുന്ന രക്തങ്ങൾ മുഴുവൻ ഇട്ടു കൊടുത്തു. ആ വൃദ്ധൻ പറഞ്ഞു, രാജാവേ, എനിക്ക് 3 മക്കളെ ഉള്ളൂ, ഇതിൽ 3 തന്നാൽ മതി. എനിക്കതിൽ 3 തന്നാൽ മതി. രാജാവ് പറഞ്ഞു, എൻ്റെ ആവശ്യം നീ എന്നോട് പറഞ്ഞു. എൻ്റെ സമൃദ്ധിക്കൊത്തതുപോലെ ഞാൻ നിനക്ക് തരുന്ന കൊണ്ടുപൊയ്ക്കോ, നിനക്കുള്ളതാണ്. സഹോദരാ, ഈ സ്നേഹനദിയെ നിനക്ക് പരിചയമുണ്ടോ? ഈ യേശുവിനെ നിനക്കറിയാമോ? സ്തോത്രം. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുമെന്ന് വാക്ക് പറഞ്ഞവൻ, വാക്ക് മാറാത്തവൻ എത്രയും വാക്തത്വങ്ങളുടെ വിശ്വസന എത്രയും. നമുക്ക് സന്നിധിയിൽ താഴാം. നമുക്കതിനോട് ഒരു വാക്ക് പറയാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരസ്യ സുവിശേഷനാളിൽ ഇപ്രകാരം പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ, തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. ആരാണ് ക്രൂശ് എടുക്കുന്നത്? ക്രൂശ് എടുക്കുന്നത് എന്തിനാണ്? ക്രൂശ് എടുക്കുന്നത് സ്വയം മരിക്കാനാണ്. സ്തോത്രം. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ, നന്മയില്ലാത്ത മനുഷ്യൻ, നന്മയുടെ കണികയില്ലാത്ത മനുഷ്യൻ, സ്നേഹമില്ലാത്ത മനുഷ്യൻ,
ആത്മാവിൻ്റെ ഫലവും ആത്മാവിൻ്റെ വരവുമില്ലാത്ത മനുഷ്യൻ. ഈ മനുഷ്യൻ ജീവിച്ചിരുന്നാൽ എന്ത് പ്രയോജനം? ക്രൂശെടുക്കുന്നു, തന്നെ തന്നെ ത്യജിക്കാൻ തയ്യാറാകുന്നു, മാനസികമായി തന്നെ തന്നെ ത്യജിക്കുന്നു. ഇത് കഴിയുമോ? ഈസ് ഇറ്റ് പോസിബിൾ? സഹോദര, ഇത് കഴിയുമോ? ഇത് കഴിയുമോ? സാധിക്കുമോ ഈ തലമുറയിൽ? സംശയിക്കുന്ന അനേകരുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ 30-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴം അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചത്. ഈ തലമുറയിൽ ഞാനൊരാൾ നിൽക്കുമെന്ന് ദൈവത്തോടൊരു വാക്ക് പറഞ്ഞു. കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അതെൻ്റെ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, സമർപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഈ തലമുറയുടെ കർത്താവിന് ഹൃദയം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? അവൻ അന്തി ഉറങ്ങാൻ, അവൻ വിശ്രമിക്കാൻ, അവൻ ഈ ഭൂമിയിലൂടെ ഒന്ന് ഓടി നടക്കാൻ തന്നെ വിട്ടുകൊടുക്കുന്ന എത്ര പേരുണ്ട്? ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. നിന്റെ സ്വന്തം പരിപാടികളും സ്വന്തം ഇഷ്ടങ്ങളുമായി നീ നടന്നാൽ കർത്താവ് നിന്റെ മേൽ കാണില്ല. കർത്താവ് കുതിരപ്പുറത്തല്ല, കഴുതപ്പുറത്താണ് വാഹനമേറുന്നത്. കർത്താവിന് വേണ്ടത് കഴുതകളെയാണ്. നിനക്കറിയാമോ? തലപൊക്കല്ലേ. കർത്താവിനെ ജനം കാണണം, യേശുവിനെ തിരിച്ചറിയണം, അനേകർ യേശുവിലേക്ക് വരണം. ഇതേ ഉള്ളൂ കർത്താവിന് ഉദ്ദേശം. തലപൊക്കാത്ത കഴുത നിൽക്കാമോ? ഒരു വാക്കിന് പറയാമോ? കർത്താവേ, ഇതുവരെ ഞാൻ തലപൊക്കി നിൽക്കുന്ന കുതിരയായിരുന്നു, അഹങ്കാരത്തോടെ നിൽക്കുന്ന മനുഷ്യനായിരുന്നു. കർത്താവെ, ഞാൻ തീരുമാനിക്കുന്നു, നിനക്ക് വേണ്ടി ഒരു കഴുതയാകാൻ എനിക്ക് മനസ്സാണ്. ഒരു കാര്യം പറയാം, നീ കഴുതയായാൽ നിന്നെ ആരും നോക്കില്ല, നീ പറയുന്ന ആരും ശ്രദ്ധിക്കില്ല. കഴുതയെ കാണാനും കൊള്ളില്ല, കേൾക്കാനും കൊള്ളില്ല, സൗന്ദര്യവുമില്ല, ബുദ്ധിയുമില്ല, ഒന്നിനും കൊള്ളില്ല. ആർക്കും വേണ്ട, എല്ലാവരും ത്യജിക്കും, എല്ലാവരും തന്നെ വിട്ടുപോകും. സത്യമാണ്. പക്ഷെ കർത്താവിൻ്റെ വാഗ്ദത്തമുണ്ട്, പെറ്റതള്ള മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. എൻ്റെ ഉള്ളംകരങ്ങളിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുകളയുകയില്ല. എൻ്റെ കയ്യിൽ നിന്നെ ആർക്കും പിടിച്ചു പറിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇതുപോലെ വാക്ക് പറയുന്ന വിശ്വസ്തനായൊരു ദൈവം, അവനത്രയേ നമ്മുടെ കർത്താവ്, അവനത്രയേ നമ്മുടെ രക്ഷകൻ. അറക്കെല്ലാം ആഗ്രഹമുണ്ട്. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട്, കർത്താവെ, ഈ പഴയ മനുഷ്യനെ ഒന്ന് ക്രൂശിക്ക് തരാമോ? എന്നെ കൊണ്ട് സാധ്യമല്ല. പഴയ മനുഷ്യൻ്റെ പ്രകൃതങ്ങൾ ഞാൻ എത്ര ശ്രമിച്ചാലും മാറുകയില്ല. നിനക്ക് കഴിയും. നിനക്ക് അസാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമാണ്, ദൈവത്തിന് സാധ്യമാണ്. ഉറയ്ക്കാമോ? വിശ്വാസത്തിൽ ഉറയ്ക്കാമോ? കർത്താവിൻ്റെ ഒരു വാക്ക് പറയാം, ഈ ശിഷ്ടമുള്ള ആയുസ് കർത്താവെ, വീട്ടിലും പച്ചപ്പുഴു തുള്ളനും നഷ്ടപ്പെടുത്തി കളഞ്ഞതായ കാലങ്ങൾക്ക് ശേഷം അവശേഷിക്കുന്ന അല്പായുസ് എത്രയെന്ന് അറിഞ്ഞുകൂടാ. അത് നിനക്ക് തരാൻ എനിക്ക് മനസ്സാണ്. ഈ ഒരു മുറിയപ്പം, ദുഷ്ടൻ തിന്നു കളഞ്ഞതായ അവശേഷിക്കുന്ന ഈ ഒരു മുറിയപ്പം നിനക്ക് തരാൻ എനിക്ക് മനസ്സാണ്. തീരുമാനിക്കാൻ ആരുണ്ട് പ്രിയപ്പെട്ടവർ? ക്രൂശുമെടുത്തുകൊണ്ട് പിന്നാലെ പോകാൻ ആരുണ്ട്? ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രൂശുമെടുത്തുകൊണ്ട് പോകുന്ന ഒരുവനെക്കുറിച്ച് അന്നത്തെ സമൂഹത്തിന് അറിയാം. അവൻ മരിക്കാൻ പോവുകയാണ്, അവൻ ജീവിക്കാനുള്ളവനല്ല. സ്തോത്രം. ഓരോ ക്രിസ്ത്യാനിയും എങ്ങനെയാണ്? ക്രിസ്തുവിൽ ജീവിക്കുന്നത് എനിക്ക് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു. സ്തോത്രം. അന്നത്തെ കാലത്തെ വേദ പണ്ഡിതൻ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഇനി ഞാൻ ജീവിക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു ജീവിക്കുന്നു, ഞാനല്ല. എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു ജീവിക്കുന്നു. ക്രിസ്തു സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കുന്നു. ക്രിസ്തു പറയുന്നിടത്ത് ഞാൻ പോകുന്നു. ക്രിസ്തു നാവിൽ തരുന്നത് ഞാൻ പറയുന്നു. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു. ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിൽ. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അല്ല, മരിക്കുന്നതാണോ എനിക്കത് ലാഭം? ഇപ്പോൾ ഞാൻ കടവഴിയായി കാണുന്നു, അന്ന് ഞാൻ മുഖാമുഖമായി കർത്താവിനെ കാണും. എന്ന മൺമയമായ ശരീരം ഇന്നെനിക്ക് കർത്താവിനെ കാണുന്ന പോലെ കാണാൻ ഒക്കുകയില്ല. എൻ്റെ ഈ ശരീരത്തിന് അതിന് കഴിവില്ല. അതുകൊണ്ട് ഞാൻ എന്നെ കടമൊഴിയായി കാണുന്നു, കണ്ണാടിയിൽ എന്നതുപോലെ കാണുന്നു. എന്നാൽ ഈ ജഡമങ്ങ് വിട്ടാൽ, സ്തോത്രം, ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ ഇരിക്കും. എനിക്കതാണ് ഇഷ്ടം. പക്ഷേ
ഞാൻ ഈ ജഡത്തിലിരിക്കുന്നത് ജനത്തിന് വേണ്ടി ഒരു ആവശ്യമാണോ? ഞാൻ ഇരുന്നോളാം. ദൈവഹിതം അതാണോ? അങ്ങനെ ആട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് താഴ്ത്തി കൊടുക്കാം, ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, ഇപ്പോൾ ഈ നിമിഷം എൻ്റെ ഹൃദയത്തിൻ്റെ വാരിക്കൽ നിന്ന് എന്നോട് വാരിക്കുന്ന സ്നേഹനിധിയായ കർത്താവെ, ഞാൻ എന്നെ നിനക്ക് സമ്പൂർണ്ണമായി താഴ്ത്തി തരുന്നു. എൻ്റെ ആത്മശരീര മനസ്സുകളെ ഞാൻ നിനക്കായി താഴ്ത്തി തരുന്നു. ഏറ്റെടുക്കണമേ, തിരുരക്തത്തിൽ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. കഴിഞ്ഞ കാല പാപങ്ങളെല്ലാം ഇവിടെ നിന്ന് മായിച്ചു തരണമേ. ജീവൻ്റെ പുസ്തകത്തിൻ്റെ പേരെഴുതി തരണമേ. നീ എൻ്റെ ഹൃദയത്തിലെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് നടത്തണമേ, നയിക്കണമേ, നിയന്ത്രിക്കണമേ, അനുഗ്രഹിക്കണമേ. സമർപ്പിച്ച ഓരോ മക്കളുടെ മേലും തൃക്കരം വരണമേ, കൃപയിൽ പൊരിയണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. മാനവും മഹത്വത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.